ആ കുട്ടിയുടെ മനസ്സിനെ ആകർഷിക്കാൻ പറ്റിയ തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഇൻപുട്ട് ആ കുട്ടിക്ക് കൊടുക്കണം. അതേപോലെ കൊടുത്തുകൊണ്ടാണ് കൃഷ്ണൻ സംസാരിക്കുന്നത്. അവ്യക്തോയമചിന്യോയം അവികാര്യോയമുച്യതേ തസ്മാത് ഏവം വിദിത്വൈനം നാനുശോചിതുമർഹസി. അർജുന, നീ എന്നോട് ചോദിച്ചില്ലേ ശ്രേയസ് എങ്ങനെ ഉണ്ടാവും, എൻ്റെ ചുട്ടുനീറുന്ന ദുഃഖം എങ്ങനെ മാറുന്ന്? ഒറ്റ വഴിയേ ഉള്ളൂ. ഏവം വിദിത്വൈനം, ഞാൻ ഈ പറയുന്നത് മാതിരി നീ അത് മനസ്സിലാക്കിയാൽ ദുഃഖം പോവും. മനസ്സിലാക്കുക എന്നുള്ള വാക്ക് ഉപയോഗിച്ചാലും ഗ്രഹിക്കുന്നത് ഇവിടെ ബുദ്ധിയാണ്. ബുദ്ധി മനസ്സിൻ്റെ ജ്യേഷ്ഠനാണ്. ആ ബുദ്ധി ഗ്രഹണം അങ്ങോട്ട് നടന്നാൽ മനസ്സിൽ തന്നെത്താനെ ദുഃഖം. കാറ്റുള്ള കുടത്തിൽ വെള്ളം ഒഴിച്ച കാറ്റെങ്ങനെ പോവോ അതേമാതിരി ഈ ദുഃഖം അങ്ങോട്ട് പോവും. തസ്മാദേവം വിദിത്വൈനം. ഇതിനു മുമ്പും കൃഷ്ണൻ പറഞ്ഞു എന്ത്? നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്തഃ തു അനയോസ്തത്വദർശിഭിഃ. സത്തും അസത്തും തമ്മിലുള്ള വ്യത്യാസം തത്വദർശികൾ വേണ്ടതുപോലെ വ്യക്തമായി പറഞ്ഞു വെച്ചിരിക്കണമെന്ന്. അവിടെയും ഉദ്ധരിച്ചത് തത്വദർശികളെയാണ്. ഇവിടെയും അദ്ദേഹം പറയാണ് ഇത് എൻ്റെ വാക്കല്ല. അവികാര്യോയമുച്യതേ. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ചേതനാമയമായ സാന്നിധ്യമുണ്ടല്ലോ, അത് അവ്യക്തമാണ്, അചിന്ത്യമാണ്, അവികാരിയാണ് എന്നിങ്ങനെ പ്രസിദ്ധമായി പറയപ്പെട്ടിരിക്കുന്നു. അപ്പം ഇത് കൃഷ്ണൻ്റെ വാക്കുകളാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ അദ്ദേഹത്തിൻ്റെതാകാം, പക്ഷേ ആ ആശയം പണ്ടേ മുതൽക്ക് ഭാരതത്തിലുള്ളതാണ്. കൃഷ്ണനും അത് പഠിച്ചതാണ്, ഗ്രഹിച്ചതാണ്. കുറേയൊക്കെ സാന്ദീപനി ഗൃഹത്തിൽ നിന്ന് പഠിച്ചു. അവിടുന്ന് ഞങ്ങൾ പലതും ചെയ്തു. പ്രദ്യുമ്നൻ ജനിക്കുന്നതിന് മുൻപ് ഹിമാലയത്തിൽ ചെന്ന് 12 കൊല്ലം തപസ് ചെയ്തിട്ടുണ്ട് കൃഷ്ണൻ. കൃഷ്ണൻ്റെ ഈ മാനുഷ വശങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. നമ്മൾ എന്ത് ചെയ്തിരിക്കണു? ഒരു വിഗ്രഹം ഉണ്ടാക്കി അതിൽ ചന്ദനച്ചാർത്തും ഉദയാസ്തമന പൂജയും ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുക. ഞാൻ കേമന, ഞാനേ ഭക്തന അത്രയെങ്കിലും ഉണ്ടല്ലോ സമാധാനം. പക്ഷേ കൃഷ്ണൻ എന്ന് പറയുന്ന ആള് നമ്മളെ മാതിരി ജീവിച്ചിരുന്ന ഒരു മനുഷ്യ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം എങ്ങനെ അർജുനനെ പറഞ്ഞു ധരിപ്പിച്ച് ദുഃഖം തീർത്തുവോ അതേ വാക്കുകൾ നിങ്ങളും അർജുനന്മാരായി കൃഷ്ണനെ കൃഷ്ണനാക്കി ഭഗവത്ഗീത ഉപദേശിപ്പിച്ച് ആ ഉപദേശം കേട്ട് ഗ്രഹിച്ച് നിങ്ങളുടെ മനസ്സിൽ നിന്നും ദുഃഖം എന്നേക്കുമായി പോണം. അപ്പോഴാണ് നിങ്ങൾ കൃഷ്ണഭക്തനാവുന്നത്. അതുവരെയല്ല. അതുവരെ പറയാം കൃഷ്ണഭുക്തനാണെന്ന് വേണമെങ്കിൽ പറയാം. അവ്യക്തോയമചിന്യോയം അവികാര്യോയമുച്യതേ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി. ഈ 25ാമത്തെ ശ്ലോകത്തില് അചിന്യോയം ഞാൻ പറഞ്ഞതാണ് ഓൾറെഡി. ആ അചിന്യോയം എന്നുള്ള വാക്ക് ആകാശമല്ല. ഇത് ആകാശം ജഡമാണ്, ഈ സാധനമാകട്ടെ ചേതനയാണ്. എന്നാൽ ആകാശത്തിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അചിന്യ എന്നൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഈ പറയുന്ന സമയത്ത് ശങ്കരാചാര്യൻ കുറേ എഴുതി വച്ചിട്ടുണ്ടല്ലോ, പ്രകരണ ഗ്രന്ഥങ്ങളും സ്തോത്രങ്ങളും എല്ലാമായി. അതിൽ പ്രൗഢാനുഭൂതി എന്ന് പറഞ്ഞ് ശാർദൂല വിക്രീഡിതം വൃത്തത്തിൽ ഭംഗിയായി കുറേ ശ്ലോകങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിലൊരു ശ്ലോകം എനിക്ക് ഓർമ്മ വരിക. ദേഹോ നായമചേതനോയമനിഷോ കുഡ്യാദിവൻ നിശ്ചിതോ നാഹം പ്രാണമയോപി വാ ധൃതിധൃതോ വായുർയഥാ നിശ്ചിതഃ സോഹം വാപി മനോമയഃ കപിജലഃ കാർപ്പണ്യദുഷ്ടോ ന വാ ബുദ്ധിർ ബുദ്ധ കുവൃത്തികേവ കുഹന നാജ്ഞാനമന്ധം തമഃ. എന്താ ഈ ശ്ലോകങ്ങൾ ഇങ്ങനെ പറയണത്? ശ്ലോകങ്ങൾ മാത്രമേ നമുക്കിങ്ങനെ പാടാൻ പറ്റുള്ളൂ. സാധാരണ ഗദ്യസാഹിത്യമുണ്ടല്ലോ, ആ ഗദ്യസാഹിത്യത്തിൽ സംഗീതം ചേർക്കാൻ പറ്റില്ല. സംഗീതം എന്ന് പറഞ്ഞാൽ അത് വായിൽ നിന്ന് ചെറിയ തോതിലെങ്കിലും നിർഗളിച്ചാൽ എവിടെ സംഗീതം വന്നുവോ അവിടെ ദുഃഖം പോയി. പശുർവേത്തി ശിശുർവേത്തി വേത്തി ഗാനരസം ഫണീ എന്നാ പറയണത്. ഒരു പശു മൃഗങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമത്രേ. ശിശുർവേത്തി കുട്ടികൾക്ക്, വേത്തി ഗാനരസം ഫണീ ഒരു പാമ്പ് സർപ്പത്തിന് പോലും സംഗീതരസം അനുഭവിക്കാൻ പറ്റുന്നു. സാഹിത്യസ്യ രസം സാക്ഷാത് ശങ്കരോ വേത്തിവാനവ. സാഹിത്യരസം സാക്ഷാത് ശങ്കരനുണ്ടല്ലോ, ശ്രീ ശങ്കരൻ എന്ന് പറഞ്ഞാൽ പരമശിവൻ, അദ്ദേഹത്തിന് പോലും അറിയോ എന്നുള്ള കാര്യം സംശയമാണ്.
സംഗീതം പറയുമ്പോൾ പദങ്ങൾക്കൊക്കെ അർത്ഥം മനസ്സിലാക്കി വേണമെന്നൊന്നുമില്ല. ഇപ്പം നാരായണീയം വായിക്കുന്നവർ നമ്മുടെ കേരളത്തിൽ എത്ര പേരാ? അവർക്കൊക്കെ നാരായണീയം പൂർണ്ണമായിട്ട് അറിയില്ല. പക്ഷേ അത് ചൊല്ലി ചൊല്ലി ഗാനരൂപത്തിൽ ചൊല്ലി നമ്മുടെ സൗന്ദര്യലഹരി എന്ന് ശങ്കരാചാര്യർ രചിച്ചിട്ടുള്ളത് എന്താന്നാ പറയണത്? 100 ശ്ലോക. ആ 100 ശ്ലോകം 100 രാഗത്തിൽ ആലപിച്ച് ചൊല്ലിക്കുന്ന ആൾക്കാരുണ്ട് ചെന്നൈയിൽ, പ്രത്യേകിച്ചും സ്ത്രീകളാണ്. ഓരോ ശ്ലോകത്തിനും ഓരോ രാഗമാണത്രേ. കേൾക്കണോ നമ്മുടെ സംസ്കാരം? എന്താ അതിൻ്റെ വിശേഷം എന്ന്? അപ്പം പല വൃത്തങ്ങളിലുമാണ് ഇദ്ദേഹം രചിച്ചിരിക്കുന്നത്. ഈ പ്രത്യേക വൃത്തത്തിന് ആശയഗാംഭീര്യം കൂടുതലാണ്. ദേഹോ നായമചേതനോയമനിഷോ കുഡ്യാദിവൻ നിശ്ചിതോ നാഹം പ്രാണമയോപി വാ ധൃതിധൃതോ വായുർയഥാ നിശ്ചിതഃ സോഹം വാപി മനോമയഃ കപിചലഃ കാർപ്പണ്യദുഷ്ടോ ന വാ ബുദ്ധിർ ബുദ്ധ കുവൃത്യുഗേവ കുഹന നാജ്ഞാനമന്ധം തമഃ. എന്താ അതിനർത്ഥം? ദേഹോ നായമചേതനോയം. ഇവിടെ പറഞ്ഞല്ലോ അച്ഛേദ്യോയം അദാഹ്യോയം. എങ്ങനെയത് ഈ അച്ഛേദ്യമാവുന്നത്? അത് പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയ ദേഹത്തിൽ പഞ്ചഭൂതങ്ങൾ ഒന്നുമല്ലാത്തതാ. അത് പഞ്ചഭൂതങ്ങളൊക്കെ ജഡമാണ്. ഈ ജഡമായ പഞ്ചഭൂതത്തെ മനസ്സിലാക്കുന്ന ചേതന വേറെ ഒന്നാ, പഞ്ചഭൂതത്തിൽപ്പെട്ടതല്ല. അപ്പം ചേതന എന്ന് പറയുമ്പോൾ അത് എല്ലാ ഭൂതങ്ങളിൽ നിന്നും വ്യത്യാസപ്പെട്ടതാ. അപ്പം ശങ്കരാചാര്യൻ ഇവിടെ പറയുകയാണ് ദേഹോ നായമചോതനോയം. അചേതനമായിരിക്കുന്ന ഈ ദേഹമല്ല ഞാൻ. അനിശഃ കുഡ്യാദിവൻ നിശ്ചിതോ. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുക, എന്നിട്ട് ക്യാമറ കാണുന്നു, അതിൻ്റെ പിന്നിൽ ചുമരുണ്ട്, ജനാലിയുണ്ട്. അതിനെ ഞാൻ കാണുകയാണ്. എങ്ങനെയാണ് കാണുന്നത്? എൻ്റെ കണ്ണുപയോഗിച്ചാണ്. അപ്പം എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ ഞാനാണോ? അല്ല, എന്നിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് ദൃശ്യമാണ്, ഞാൻ ദ്രഷ്ടാവാ. അതേ കണ്ണുകൊണ്ട് നിങ്ങളുടെ ദേഹത്തെയും നിങ്ങൾക്ക് കണ്ടൂടെ? വിരല്, കാലിൻ്റെ വിരല്, ഏകദേശം മാറ്, ചുമല് ഒക്കെ കാണാം. അപ്പം കണ്ണുകൊണ്ട് കാണുന്ന ചുമര് ഞാനല്ല, എന്നിൽ നിന്ന് വേറെയാണെങ്കിൽ, ചുമരിൽ നിന്ന് വ്യത്യസ്തനാണ് ഞാനെങ്കിൽ, അതേ കണ്ണുകൊണ്ട് കാണുന്ന ഈ ശരീരവും എനിക്ക് ദൃശ്യമല്ലേ? അതെ, പറയൂ അങ്ങനെ ദൃശ്യമാണെന്ന്. അപ്പം ചുമരല്ല ഞാൻ എന്നുണ്ടെങ്കിൽ അതേ കണ്ണുകൊണ്ട് കണ്ട് ദൃശ്യമാക്കി തീർക്കുന്ന ഈ ശരീരവുമല്ലല്ലോ ഞാൻ. അപ്പോൾ കുഡ്യാധിപത് നിശ്ചിത. ഇങ്ങനെ നിശ്ചയിക്കാൻ നിങ്ങൾക്ക് എവിടെ പോയി പഠിക്കണം? ലണ്ടനിൽ പോകണം, അമേരിക്കയ്ക്ക് പോകണം, ഹാർവേഡ് യൂണിവേഴ്സിറ്റിക്ക് പോകണം? ഒരു സ്ഥലത്തും പോണ്ട. നമ്മുടെ നളന്തയും തക്ഷശിലയും ഇത് പഴയ കാലം മുതൽക്ക് പഠിപ്പിച്ചതാ. ദേഹോ നായമചേതനോയമനിഷോ കുഡ്യാദിവൻ നിശ്ചിതോ. ചെറിയ കുട്ടികൾക്ക് ഞാനിത് പറഞ്ഞു കൊടുക്കാറുണ്ട്. കുട്ടി ഇവിടെ വരൂ, ഞാൻ എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ഞാൻ ആരാ? എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു തരാം. നിനക്ക് എന്തൊക്കെ അറിയോ ഈ ലോകത്തിൽ അതൊന്നുമല്ല നീ. ഒരു കാറ് കണ്ടു, കാറാണോ? അല്ല. അതേപോലെ കയ്യിങ്ങനെ എടുത്ത് കയ്യിനെ നോക്കണു, കയ്യിനെയും കണ്ടു. അപ്പൊ ഈ കയ്യാണോ നീ? അല്ല. കാലാണോ? അല്ല. ഈ ശരീരത്തിനെ കുറിച്ച് എന്താ പറയുന്നത്? എൻ്റെ ശരീരം ഇത്തിരി ക്ഷീണാണെന്ന് പറയുന്നു. അപ്പൊ എൻ്റെ എന്ന വാക്കുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ സൂചിപ്പിക്കുന്നുവോ അതൊക്കെ ഞാനല്ലല്ലോ. അല്ല. മനസ്സിനെ പറ്റി എന്താ പറയണത്? എൻ്റെ മനസ്സ്. എടോ, താൻ മനസ്സാണോ? അല്ല. ബുദ്ധിയോ? എൻ്റെ ബുദ്ധി. അപ്പൊ എൻ്റെ അവിടെ എല്ലാം, ഞാനോ ഒന്നു മാത്രമേ ഉള്ളൂ. അത് പുറം വസ്തുക്കളുടെയും ഉൾവസ്തുക്കളുടെയും എല്ലാറ്റിൻ്റെയും ദ്രഷ്ടാവാണ് എന്ന് പറയുമ്പോൾ ശരിയാന്ന് 7 വയസ്സായ കുട്ടി വരെ സമ്മതിക്കുന്നു. ഇതാണ് ഭാരതം, ഇതാണ് ഭാരതം. ചെറുപ്പം മുതൽക്ക് നമ്മുടെ കുട്ടികളെ നാം ഇത് പരിചയിപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ വിഷ്ണു സഹസ്രനാമ വിശ്വമഹായജ്ഞം നടത്തിയല്ലോ ഇപ്പോൾ 29-ാം തീയതി ഡിസംബർ മാസത്തിൽ. അതിൽ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം 12ാമത്തേതാണ് നടത്തിയത് നൈമിഷാരണ്യത്തിൽ. അപ്പോൾ ഇക്കൊല്ലം വിഷ്ണു സഹസ്രനാമ വിശ്വയജ്ഞ മഹോത്സവമാണ്. കണ്ടമാനം മനുഷ്യർ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ തീരുമാനിച്ചു ഈ വിഷ്ണു സഹസ്രനാമം. കഴിഞ്ഞ കൊല്ലം ഞാൻ ഏകാദശ സ്കന്ധത്തിൽ നിന്ന്, മുക്തിസ്കന്ധത്തിൽ നിന്ന് കൃഷ്ണൻ്റെ ഉപദേശമാണ് ഒരു 50 ശ്ലോകം പഠിപ്പിച്ചത്. അപ്പോൾ ഇത്തവണ വിഷ്ണു സഹസ്രനാമം പഠിപ്പിക്കാമെന്ന് തീരുമാനിച്ച് 2ാം ദിവസം മുതൽക്ക് പഠിപ്പിക്കാൻ തുടങ്ങി. 5 ദിവസം കൊണ്ട് 107 ശ്ലോകങ്ങൾ പഠിപ്പിച്ചു. പിന്നെയുള്ള 3 ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി റിഹേഴ്സലാണ് നടത്തിയത്.
അവർക്ക് ഉചിതമായി ചൊല്ലിക്കൊടുത്ത് ലീഡ് ചെയ്യാനായിട്ട് ഒന്നിച്ച് ചൊല്ലാൻ എൻ്റെ കൂടെ നമ്മളൊരു ശിഷ്യൻ, ഒരു രാമസ്വാമി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അരവിന്ദൻ, ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന കുട്ടിയാൾ. ഇവർ രണ്ടാളും കൂടിയിട്ടാണ് അത് ചൊല്ലിയത്. അവരുടെ രണ്ടാളുടെ ലീഡിങ് സൗണ്ടും 1500-2000 പേര് സത്രശാലയിലിരുന്ന് മുക്തകണ്ഠം അവർ ചൊല്ലിയതും കൂടി ആയപ്പോൾ എനിക്ക് തോന്നുന്നു വൈകുണ്ഠം തന്നെ കുലുങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു വിരുന്ന് വൈകുണ്ഠനാഥന് ഇതേവരെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അങ്ങനെ 3 ദിവസം നമ്മൾക്ക് ചൊല്ലാൻ സാധിച്ചു. ചൊല്ലിയിട്ടോ എല്ലാവരോടും ചോദിച്ചു, 4 മണിക്കാണ് നമുക്ക് തുടങ്ങേണ്ടത് 29-ാം തീയതി, നിങ്ങളെല്ലാവരും വരില്ലേ? എല്ലാവരും കൈ പൊന്തിച്ചു, വരാമെന്ന് പറഞ്ഞ് സർവ്വ ആൾക്കാരും അവിടെ എത്തിച്ചേർന്നു. ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ല. 10,000-3000-ലേറെ ആള് ഈ 4 മണിക്ക് ജപിക്കാനായിട്ട് വന്നിരിക്കുന്നു. പാലക്കാട്ടിൽ നിന്ന്, എറണാകുളത്തിൽ നിന്ന്, ഗുരുവായൂരിൽ നിന്ന്, ബോംബെയിൽ നിന്ന്, ബാംഗ്ലൂരിൽ നിന്ന്, എവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നിരിക്കണേന്നറിയോ? അവർക്കത് ജപിക്കണം, 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 അർച്ചന ചെയ്യണം. എവിടെ നിന്നാണ് ഈ ബുദ്ധി ഉണ്ടാവണത് നിങ്ങൾ പറയൂ? 7 വയസ്സായ ഒരു കുട്ടി, ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നറിയില്ല, അമേരിക്കയിൽ നിന്ന് ഇത് പഠിച്ചു വന്നിരിക്കുന്നു. കാണാതെ ചൊല്ലാൻ 107 ശ്ലോകങ്ങൾ, 1000 നാമങ്ങൾ 107 ശ്ലോകങ്ങളിലാണ്. ഒറ്റ ഇരുപ്പിൽ ഒരു തെറ്റില്ലാതെ തുടർച്ചയായിട്ട് ഇങ്ങനെ കോർത്തിങ്ങനെ ചൊല്ലണമെങ്കിൽ നമ്മുടെ ബുദ്ധിക്കുള്ള വൈഭവം എത്രയാണ്? ഇത് ഭാരതത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടോപ്പാ? ഗ്രീക്കിലുണ്ടോ, റോമനിലുണ്ടോ, ലാറ്റിനിലുണ്ടോ ഇങ്ങനെ പഠിച്ച് പഠിച്ച് ചൊല്ലുന്ന ആൾക്കാർ? ഞാൻ നിങ്ങളോട് എപ്പോഴെങ്കിലും പറഞ്ഞു കാണും. എന്നോട് നമ്മുടെ ശിഷ്യൻ ഒരാൾ നമ്പ്യാരുണ്ടായിരുന്നു. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് ഓക്സ്ഫോർഡ് ഡിക്ഷണറി കാണാപ്പാഠം പഠിക്കാൻ പുറപ്പെട്ടു അത്രേ. പഠിപ്പിച്ച് ഏതാണ്ട് ABCDEFGHIJK എല്ലാം ആവുമ്പോഴേക്കും തലയ്ക്ക് ഭ്രാന്ത് വന്നു. പക്ഷേ വിഷ്ണു സഹസ്രനാമം ചൊല്ലി പഠിച്ച ആർക്കെങ്കിലും ഭ്രാന്ത് വന്നിട്ടുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? വിഷ്ണു സഹസ്രനാമം പഠിക്കുമ്പോൾ ബുദ്ധിക്ക് അലങ്കാരമാണ് ആവുന്നത്. വ്യക്തിത്വത്തിന് ശക്തി കൂടുകയാണ് ചെയ്യുന്നത്, സമ്പുഷ്ടമാവുക ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിന് റിലാക്സേഷൻ കൊടുക്കുന്നതാണ്. റിലാക്സേഷൻ, അഴവ് കൊടുക്കുന്നതാണ്. അഴവ്, അഴവ്, അയവ്, അയവ്, അയവ് കൊടുക്കുക. നമ്മുടെ മനസ്സിൻ്റെ സംഘർഷം മുഴുവനും പോയി, ബുദ്ധിയുടെ വിഷമങ്ങൾ മുഴുവനും പോയി. എത്ര ആളാ സഹസ്രനാമം ചൊല്ലിക്കൊണ്ടിരുന്നു ഞങ്ങൾ? ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ വരെ ആയിരുന്നവർ പറയുകയാണ്, സഹസ്രനാമാണ് എൻ്റെ ഉദ്യോഗത്തിൽ സംഘർഷപൂരിതമായിരിക്കുന്ന ഘട്ടങ്ങളെ മുഴുവൻ നേരിടാൻ എന്നെ സഹായിച്ചതെന്നാണ് പറയണേ. നിങ്ങൾ എന്താ വിചാരിക്കണേ കൂട്ടരെ? വെറുതെ ആണോ ഭീഷ്മൻ ശരശയ്യയിൽ കിടന്ന് യുദ്ധം കഴിഞ്ഞതിന് ശേഷം കഠിനമായി പരിതപിച്ചുകൊണ്ടിരുന്ന യുധിഷ്ഠിരൻ്റെ മനസ്സ് തണുപ്പിക്കാൻ വേണ്ടി അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുത്തതാണ് ഈ 1000 നാമങ്ങൾ. അന്ന് മുതൽക്ക് ഇന്നേ വരെ നമ്മൾ സൂക്ഷിച്ചു വന്നിട്ടുണ്ടത്. 5151 കൊല്ലം കഴിഞ്ഞ് 5152 വർഷമാണ്. നമ്മൾ പറയണു ഇന്ത്യ ദരിദ്രമാണ്, ദരിദ്രമാണ്. ഭൂമാനന്ദ സ്വാമി ഒരിക്കലും സമ്മതിക്കില്ല ഇന്ത്യ ദരിദ്രമാണെന്ന്. ഇന്ത്യ ധനി 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 ധനിയ. എത്ര ധനമാണ് നമ്മുടെ കയ്യിലുള്ളത്? ഇന്നത്തെ ധനികന്മാർ മുഴുവൻ ചൂഷണം ചെയ്തിട്ടാണ്. ഭൂമിയെ ചൂഷണം ചെയ്യുന്നു, വെള്ളത്തിനെ ചൂഷണം ചെയ്യുന്നു. സർവ്വതും വിഷാംശം കലർന്നതാ. ഇപ്പോൾ വിഷമില്ലാത്ത ഭക്ഷണം കിട്ടാനില്ല. ആ പൂവിൻ്റെ ഉള്ളിലാണ് കൊണ്ടുപോയി ചാമ്പണത്, പൂവിൻ്റെ ഉള്ളിൽ. അത് പോണതോ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്കാണ്. ആ വിഷം വരുത്തി തീർക്കുന്ന രോഗങ്ങളാണ് 80%. ഇതാണ് ആധുനിക ശാസ്ത്രം. ഇത് ഒഴിവാക്കി നമുക്ക് ജീവിച്ചൂടെ? മനുഷ്യബുദ്ധിയുടെ മുൻപിലുള്ള വെല്ലുവിളി എന്താ? ആഹ്വാനം എന്താ? പ്രകൃതിയെ ഒരു വിധത്തിലും കോട്ടം വരുത്താതെ ജീവിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോഴാണ് നമ്മുടെ സിവിലൈസേഷൻ, നമ്മുടെ സഭ്യത അന്വർത്ഥമാകുന്നത്. സസ്റ്റൈനബിൾ സിവിലൈസേഷൻ എന്നൊന്നുണ്ട്, അങ്ങനെ ആയിത്തീരണം. ഇത് ഭൂമിയെ തുറന്നെടുത്തു, വെള്ളത്തിനെ മുഴുവൻ കേടുവരുത്തി, സമുദ്രത്തിലുള്ള ജന്തുക്കൾക്കൊന്നും ജീവിക്കാൻ വയ്യ. 10 കിലോമീറ്റർ 15 കിലോ വരെ ജലജന്തുക്കളൊന്നുമില്ല. അങ്ങനെയുള്ളതല്ല. നമ്മുടെ മൊബൈൽ സിവിലൈസേഷൻ കാരണം ഒരുപതി കാറ്റിലുള്ള പ്രാണികൾ പലതും പോയി എന്നാണ് പറയണേ. വാസ്തവം എന്താണാവോ അറിയണം.
നമ്മുടെ ഈ വിഷ്ണു സഹസ്രനാമം കൊണ്ട് എന്തെങ്കിലും ഒരു കോട്ടം ആർക്കെങ്കിലും വരുന്നുണ്ടോ? വയസ്സായാൽ വരുന്ന ഡിമെൻഷ്യ ഇല്ലാതെയായി തീരും. നിങ്ങളുടെ ബുദ്ധി കൂടുതൽ കൂടുതൽ ഓർമ്മ വരും. പഠിച്ച കാര്യങ്ങൾ കുട്ടികൾക്ക് സമയത്തിന് ഓർമ്മ വരും. പല കുട്ടികളും പഠിച്ചു പോയി, എല്ലാം അറിയാം. പരീക്ഷാ ഹാളിൽ ചെന്നാട്ട് പോയി. ഫുട്ബോളിൽ നിന്ന് കാറ്റ് പോയ പോലെയായി. അതല്ലാതെ വേണമെങ്കിൽ ഇതാണ് അഭ്യാസം. ഈശ്വരഭക്തി, ഈശ്വരസ്മരണ ഉള്ളവർക്കാണ് മനസ്സാന്നിധ്യം പ്രത്യേകിച്ച് വേണ്ട സമയത്ത് വേണ്ടത് തോന്നുക. ദേഹോ നായമചേതനോയമനിഷോ കുഡ്യാദിവൻ നിശ്ചിതോ. അപ്പം നമ്മുടെ ഉള്ളിൽ പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയ ശരീരം വിട്ട് ഈ പഞ്ചഭൂതവുമല്ലാതെ ആറാമതൊന്നുണ്ട്. അതിനെ മനസ്സിലാക്കാനുള്ള വഴി 7 വയസ്സായ കുട്ടി പോലും ഗ്രഹിക്കുന്നു. താൻ കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ തന്നിൽ നിന്ന് വ്യത്യസ്തമല്ലേ? അതെ. കണ്ണുകൊണ്ട് കാണുന്നതല്ലേ ദേഹം? അതും വ്യത്യസ്തമല്ലേ? അതെ. ഉള്ളുകൊണ്ട് ഗ്രഹിക്കുന്നതല്ലേ മനസ്സ്? അപ്പം മനസ്സും അല്ലല്ലോ താൻ? അല്ല. ബുദ്ധിയുമല്ലല്ലോ, അഹങ്കാരവുമല്ലല്ലോ. അപ്പം തൻ്റെ ഞാൻ ആരാ? ഇതൊക്കെ വിട്ട് വേറെയാ എന്ന് പറയാൻ കുട്ടികൾക്ക് പോലും ഇവിടെ വിഷമമില്ല. ദേഹോ നായമചേതനോയമനിഷോ കുഡ്യാദിവൻ നിശ്ചിതോ നാഹം പ്രാണമയോപി വാ ധൃതിധൃതോ വായുർയഥാ നിശ്ചിത. എന്നാൽ ഞാൻ എല്ലാ അവയവങ്ങളെയും സെല്ലുകളെയും എല്ലാം കണങ്ങളെയും സെല്ലുകളെയും ബീജങ്ങളെയും എല്ലാം പ്രവർത്തിപ്പിക്കുന്ന പ്രാണനാണോ? ജീവിച്ചിരിക്കുന്നവരിലല്ലേ പ്രാണനുണ്ടാവൂ? അപ്പം ഈ പ്രാണനാണോ ഈ ജീവൻ ചേതനാമയൻ എന്ന് പറയുന്നത്? അല്ല എന്നാ പറയണേ. നാഹം പ്രാണമയോപിവാ, ഞാൻ പ്രാണമയനല്ല. എന്താ കാരണം? ധൃതിധൃതോ വായുർയഥാ നിശ്ചിത. കാറ്റടിക്കുന്ന ഒലയിലൊക്കെ ഉണ്ടല്ലോ ഒരു സഞ്ചി, ആ തോല്. അല്ലെങ്കിൽ ഫുട്ബോൾ എടുത്തോളൂ, ആ ഫുട്ബോളിൽ നിറച്ച് കാറ്റാണ്. ആ ഉള്ളിലുള്ള കാറ്റുണ്ടല്ലോ ഫുട്ബോളിനെ ഫുട്ബോളാക്കി നിർത്തി അടികൊള്ളാനും ജയിക്കാനും വലയുടെ ഉള്ളിലാക്കാനും ഒക്കെ സഹായിക്കുന്ന ഫുട്ബോൾ ഉണ്ടല്ലോ. ആ ഫുട്ബോളിൻ്റെ ഉള്ളിൽ ധൃതിധൃതോ വായുർയഥാ നിശ്ചിത. അതിൻ്റെ ഉള്ളിലുള്ള കാറ്റ് ആ തോലല്ലല്ലോ. അതുപോലെ ഈ പ്രാണൻ എന്ന് പറയുന്നത് ഒരു കാറ്റ് മാത്രമാണ്. അതിന് ജീവശക്തി കൽപ്പിക്കാൻ പറ്റില്ല. അതിനെ അറിയാനും ഉണരാനും ചെയ്യാനും ചെയ്യിപ്പിക്കാനുമുള്ള ശക്തിയില്ല. ഒരു കോൺഷ്യസ്നെസ് എന്ന് പറയുന്നതുണ്ടല്ലോ, ബോധം, ആ ബോധാത്മകത്വം ഇല്ല അതിന്. സോഹം വാപി മനോമയ കപിചല കാർപ്പണ്യദുഷ്ടോനവ. എന്നാൽ ഞാൻ എല്ലാ വിധത്തിലും ചിന്തിച്ച് സ്മരിച്ചു പോകുന്ന മനസ്സാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. എന്താ ഈ മനസ്സിൻ്റെ പ്രവർത്തനം, ബുദ്ധിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് തലച്ചോറിനെ ആശ്രയിച്ചിരിക്കുന്നതാണ്. നമ്മൾ കണ്ടതും കേട്ടതും എല്ലാം രജിസ്റ്റർ ചെയ്ത് വയ്ക്കുന്ന തലച്ചോറിൻ്റെ പ്രത്യേക മേഖലകളുണ്ട്. കണ്ടത് മുഴുവൻ ഒരിടത്ത്, കേട്ടത് മുഴുവൻ വേറെ ഒരിടത്ത്, അങ്ങനെ പല സ്ഥലത്തുമായി ശേഖരിച്ചു വയ്ക്കുന്നു. അങ്ങനെയുള്ള മനസ്സും അല്ല ഞാൻ. എന്താ കാരണം? കപിചലഹ, അത് കുരങ്ങനെ പോലെ ചാബല്യമുള്ളതാ. കാർപ്പണ്യദുഷ്ടോനവാ ബുദ്ധി ബുദ്ധകുവൃത്തികേവ കുഹന. എന്നാ ബുദ്ധിയാണോ എന്ന് ചോദിച്ചാൽ ബുദ്ധിയുമല്ല. ഈ ബുദ്ധിക്ക് പല വിധത്തിലുള്ള തൊന്തരവുണ്ട്. എന്താ തൊന്തരവ്? അതിന് ദുർയുക്തി എത്ര വേണമെങ്കിലും എടുക്കാം. നല്ലതിന് ചീത്ത, ചീത്തയെ നല്ലത്. നമ്മുടെ കോർട്ടിൽ വക്കീൽമാരുണ്ടല്ലോ, എത്ര ദുഷ്ടനാണെങ്കിലും ഒരു കൊല ചെയ്താലും അയാളുടെ ഭാഗം വാദിക്കാൻ ഒരാളവിടെ ചെല്ലും. എന്തിനാ അവർ പോണേ ചോദിച്ചാൽ വക്കീലിന് ധർമ്മമാണെന്ന് പറയും. ഇയാൾ ചെയ്തിട്ടുള്ളത് മഹാപാപാണ്. ഇപ്പം ബലാത്സംഗം നടത്തി, ആ ബലാത്സംഗം നടത്തിയത് എല്ലാവർക്കും അറിയാം, പോലീസ് ചാർജ് ചെയ്തിട്ടുണ്ട്. ആ ആളിന് കേസ് വാദിക്കാൻ ഒരാൾ പോകണോ? എൻ്റെ അപ്പ, ഒരാൾക്ക് നല്ല മനസ്സുള്ള ആളവിടെ പോകേണ്ട ആവശ്യമുണ്ടോ? അപ്പം അവർ പറയും ഇത് വക്കീലിൻ്റെ ധർമ്മമാണ്, എന്നെ വിളിച്ചാൽ എനിക്ക് പോകണം. കോടതി വരെ പറയണു അയാളുടെ ഭാഗം വാദിക്കണം. അയാളുടെ ഭാഗം എന്താ വാദിക്കണേ? അയാൾ ബലാത്സംഗം ചെയ്തിട്ടില്ല, അതുകൊണ്ട് വെറുതെ വിടണമെന്നോ? എന്താ ഈ വാദിക്കണത്? അപ്പം നമ്മുടെ ബുദ്ധി ബുദ്ധകുവൃത്തികേവ. ബുദ്ധമതത്തിൽ എന്തായിരുന്നു പ്രത്യേകം പറഞ്ഞിരുന്നത്? ശൂന്യവാദികളാ. നമ്മുടെ ശരീരമുണ്ട്, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, അഹങ്കാരമുണ്ട്. ഇതൊക്കെ വെറും ഭാവനയും കൽപ്പനയുമാണ്, സ്വപ്നം പോലെ. അപ്പോൾ ഇതൊക്കെ വിട്ടുകഴിഞ്ഞാൽ അവിടെ ബാക്കി എന്തുണ്ട്? ഒന്നുമില്ല, പൂജ്യം. അതാണത്ര അവരുടെ ശൂന്യവാദം. അതും ഒരു വലിയ വിചിത്ര. ഈ ബുദ്ധമതത്തിനും നമ്മുടെ ഹൈന്ദവ സിദ്ധാന്തങ്ങൾക്കും തമ്മിൽ എന്താ മാറ്റം? ഇതൊന്നുമില്ല, അവസാനം ശൂന്യമാണെന്ന് അവർ പറയും.
നമ്മുടെ മനസ്സിൽ നമ്മൾ പലതും കാണുന്നുണ്ട്. അതിൽ പ്രകാശമുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, പോക്കുണ്ട്, വരവുണ്ട്, കച്ചവടമുണ്ട്, ലാഭമുണ്ട്, വിവാഹമുണ്ട്, പലതും അവിടെ നടക്കണു. എണീക്കുമ്പോൾ ഇതൊക്കെ പോയി, സമ്മതിച്ചു, പോയി. അതൊക്കെ അസത്യമാണ്, അവാസ്തവമാണ്. പക്ഷേ സ്വപ്നദ്രഷ്ടാവോ, അത് അവാസ്തവമല്ലല്ലോ. ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞല്ലേ എണീക്കുന്നത്. ആ സ്വപ്നം കണ്ട ആൾക്ക് കോട്ടം വരണില്ല, കണ്ടത് മുഴുവൻ മിഥ്യയാണ്. പക്ഷേ കണ്ടവനോ, ആ ആള് തന്നെയാണ് ഉണർന്ന് ഞാൻ ഉണർന്നു എന്ന് പറയണത്. അപ്പൊ ജാഗ്രത്തിലും ദ്രഷ്ടാവായിരിക്കുന്നവനാണ് സ്വപ്നദ്രഷ്ട. ആ ആള് തന്നെയാണ് സുഷുപ്തിക്കും ദ്രഷ്ടാവായിരിക്കുന്നത്. ആ ആള് ശൂന്യമോ അതോ വലിയ പ്രഭാവശാലിയോ? ബുദ്ധമതക്കാരിൽ പലരും പറയുന്നത് എന്താ? അത് ശൂന്യമാണ്, അങ്ങോട്ട് വിട്ടേക്കുമെല്ലാം. അപ്പൊ എല്ലാറ്റിനെയും വിട്ടിട്ട് എന്തു വേണം? മിണ്ടാണ്ടിരിക്കുക, നത്തുപോലെ. അതല്ല. ബുദ്ധകുവൃത്തികേവ കുഹന. നമ്മുടെ ബുദ്ധി നമ്മളെ വല്ലാതെ ചതിക്കും. അങ്ങനെ ചതിപണി ചെയ്യുന്ന ആളല്ല ഈ ആത്മ. നാജ്ഞാനമന്ധം തമഹ. ഞാൻ നിസ്സാരം, അറിവില്ലാതെ എല്ലാം ഇല്ലാത്ത അജ്ഞാനവുമല്ല, അന്ധകാരവുമല്ല. അപ്പൊ ഇതിനെല്ലാം, അന്ധകാരത്തിനും പ്രകാശത്തിനും രണ്ടിനും മീതെ, സുഖദുഃഖങ്ങൾക്ക് മീതെ, ജനന മരണങ്ങൾക്ക് മീതെ, മനസ്സിന് മീതെ, ബുദ്ധിക്ക് മീതെ, അഹങ്കാരത്തിന് മീതെ അങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം എങ്ങനെ ശൂന്യമാവും, ഒന്നിനും കൊള്ളാത്തതാകും? അതോ എല്ലാറ്റിനും കൊള്ളുന്നതോ? അവിടെയാണ് ഈ വ്യത്യാസം. ദേഹോ നായമചേതനോയമനിശോ കുഡ്യാദിവൻ നിശ്ചിതോ നാഹം പ്രാണമയോപി വാ ധൃതിധൃതോ വായുർയഥാ നിശ്ചിതഃ സോഹം വാപി മനോമയഃ കവിചലഃ കാർപ്പണ്യദുഷ്ടോ ന വാ ബുദ്ധകുവൃത്തികേവ കുഹന നാജ്ഞാനമന്ധം തമഃ. ഈ പ്രൗഢാനുഭൂതിയിൽ വേറെയുമുണ്ട് ശ്ലോകങ്ങൾ. ഇത്രയും പറഞ്ഞ് കൃഷ്ണൻ ഇനി പറയാൻ പോകുന്നത് എന്താ? വളരെ രസകരമാണ്, മനസ്സിലാക്കേണ്ടതാണ്. ആത്മാവിനെ പറ്റി വിവരിച്ചു, നന്നായി വിവരിച്ചു. വിവരിച്ചതിന് ശേഷം ഇനി കൃഷ്ണൻ പറയുകയാണ്, അർജുന, ഞാൻ ഈ പറയുന്നത് മുഴുവൻ ലൗകിക സിദ്ധാന്തങ്ങൾക്ക് വിരോധമായിട്ടുള്ള ഒന്നാണെന്ന് വിചാരിക്കരുത്. നീ ഇവിടെ വന്നത് എന്തിനാ? യുദ്ധം ചെയ്യാൻ. ഈ യുദ്ധത്തിൻ്റെ ആവശ്യകത എന്താ നിനക്ക് നല്ലപോലെ അറിയാം. അവർ ചൂത് കളിക്കാൻ വിളിച്ചു, ജ്യേഷ്ഠൻ്റെ ഔദാര്യം കൊണ്ട് അത് സമ്മതിച്ചു. അതിൽ ഓരോന്നും പന്തയം വയ്ക്കാൻ പറഞ്ഞു, പണയം വയ്ക്കാൻ പറഞ്ഞു. അത് പന്തയം വെച്ച് തോറ്റു. അവസാനം ദ്രൗപദിയെ പണയം വയ്ക്കാൻ പറഞ്ഞു, താൻ തോറ്റതിന് ശേഷം. ഇതൊക്കെ ചെയ്ത് കാട്ടിലേക്ക് പറഞ്ഞയച്ചു. രണ്ടാമത് ചൂത് കളിക്ക് വിളിച്ച്. അപ്പം നിങ്ങളെ തോൽപ്പിക്കുന്നതാണ് ഉദ്ദേശം. 13 കൊല്ലം കഴിഞ്ഞു. തിരിച്ചു വന്ന് രാജ്യം ചോദിച്ചപ്പോൾ തരില്ല, യുദ്ധം ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പം നിവൃത്തിയില്ലാതെ ചെയ്യുന്ന ഈ യുദ്ധമാണ്. അപ്പം ഈ യുദ്ധത്തിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തൂ. ഇത് ശരിയോ തെറ്റോ എന്ന് അന്വേഷിച്ചാൽ നിങ്ങളുടെ പക്ഷത്തിൽ നിന്ന് ഇത് അനിവാര്യമാണ്. അപ്പം ലൗകികമായ ഒരു പ്രവൃത്തി, ധാർമ്മികമായ ഒരു പ്രവൃത്തിയെ, അതിന് സമാധാനവും ശക്തിയും ഉണ്ടാവാൻ വേണ്ടി ഞാൻ അധ്യാത്മോപദേശം തരുന്നതാണ്. ഞാൻ തരുന്ന ഉപദേശം ലൗകിക ചിന്താഗതികൾക്കോ ധർമ്മഗണനകൾക്കോ വിരോധമല്ല എന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് കൃഷ്ണൻ കുറേ കാര്യങ്ങൾ പറയുക. അതൊക്കെ ഈ അധ്യാത്മത്തിൽപ്പെട്ടതല്ല. ഓരോ ശ്ലോകം വായിക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. ഈ യുദ്ധം ചെയ്യാതെ അർജുന നീ ഇവിടുന്ന് പോയാൽ നമ്മെ എന്തു പറയും? അത് നല്ലതാണോ ചീത്തയാണോ? സാധാരണക്കാരുടെ ദൃഷ്ടിയിൽ എന്താണ്? സ്വർഗനരകങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ ഫലം? ഇങ്ങനെ എല്ലാ വിഷയങ്ങളെയും കുറിച്ച് പറയുകയാണ്. അപ്പം കൃഷ്ണൻ നൽകുന്ന അധ്യാത്മ ഉപദേശം സാധാരണ ലൗകിക തലത്തിൽ ചിന്തിക്കുന്ന ചിന്താഗതികൾക്ക് വിരോധമല്ല, പൂരകമാണ് എന്ന് പറഞ്ഞ് അതിന് ഉപോദ്ബലകമായി പല കാര്യങ്ങളും പറയുക. അതിലാദ്യം പറയുന്നത് വളരെ വിശേഷപ്പെട്ടതാണ്. ഈ ശ്ലോകത്തിനെ പലരും തെറ്റിദ്ധരിച്ച് വ്യാഖ്യാനിക്കാറുണ്ട്. അഥ ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം തഥാപി ത്വം മഹാബാഹോ നൈവം ശോചിതുമർഹസി. ജാതസ്യ ഹി ധ്രുവോ മൃത്യുഃ ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാത് അപരിഹാര്യേർത്ഥേ നത്വം ശോചിതുമർഹസി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നത്വം ശോചിതുമർഹസി, നൈവം ശോചിതുമർഹസി. എന്തിനാ ഈ പറയുന്നത് മുഴുവൻ? അർജുനന്റെ ദുഃഖം തീർക്കാനാ. ഇങ്ങനെ ഓരോ പാട്ടും പാടുമ്പോൾ
പാവം അർജുനന്റെ മനസ്സിൽ നിന്ന് ദുഃഖം ഫൂ ഫൂ മഞ്ഞിന്റെ മുകളിൽ സൂര്യകിരണങ്ങൾ വീണ പോലെയാ അങ്ങനെ പറന്നു പോവാ. അഥ ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം തഥാപി ത്വം മഹാബാഹോ നൈവം ശോചിതുമർഹസി. ഈ അധ്യാത്മ ഉപദേശം ആത്മാവിന് നാശമില്ല, അവിനാശിയാണ് എന്നുള്ള തത്വം മാറ്റി നിർത്തും. ഇനി പറയാണ് അഥ ചൈനം നിത്യജാതം, ഈ ആത്മാ എപ്പോഴും ജനിച്ചുകൊണ്ടും മരിച്ചുകൊണ്ടും ഇരിക്കുന്നതാണ് എന്നിങ്ങനെ ചിന്തിച്ചാൽ പോലും എന്നാണ് പറയുന്നത്. എങ്ങനെ ചിന്തിക്കണം എന്ന് പറയല്ല, അങ്ങനെ ചിന്തിച്ചാൽ പോലും രണ്ടാണ് ചിന്താഗതി. ആത്മാ അനശ്വരമാണ്. അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഇതാണ് അതിൻ്റെ സത്യം. ഇത് അജനാണ്, ജനിക്കാത്തതാണ്, നിത്യനാണ്, ശാശ്വതമാണ്, പുരാണമാണ്. ശരീരം കൊല്ലപ്പെടുമ്പോഴും അത് ചാവുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, സാധിക്കുന്നില്ല എന്ന് വന്നാൽ പോലും മറിച്ച് കണക്കാക്കൂ. എന്താ ഈ മറിച്ച് കണക്കാക്കുന്നത്? നിത്യജാതം നിത്യം വാ മന്യസേ മൃതം, ഒരിക്കലും ചാവണില്ല, ജനിക്കണില്ല എന്നുള്ളൊരു സത്യം. അല്ലെങ്കിലോ എല്ലാവരും ഇവിടെ പറന്ന് മരിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഈ ആത്മാ നിരന്തരം ജനിച്ചുകൊണ്ടും മരിച്ചുകൊണ്ടും ഇരിക്കുകയാണ് എന്നാണോ പറയാൻ പോണത്? അങ്ങനെ ആയാൽ പോലും കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അഥ ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം. ഈ ആത്മാവിനെ നിരന്തരം ജനിക്കുന്നതായും നിരന്തരം മരിക്കുന്നതായും ആണ് പരിഗണിക്കാൻ പോണത് എന്നുണ്ടെങ്കിലും തഥാപി, അങ്ങനെ ആയാൽ പോലും ത്വം മഹാബാഹോ, മഹാബാഹുവായിരിക്കുന്ന നീ നൈവം ശോചിതുമർഹസി, ഇവിടെ കടന്ന് വല്ലാതെ കരഞ്ഞ് കലശൽ കൂട്ടിയല്ലോ, അതേമാതിരി കരയാൻ നിനക്ക് ഒരിക്കലും അർഹതയില്ല, അവകാശമില്ല. എന്താ കാരണം? ചിന്തിച്ചോളൂ. ജാതസ്യ ഹി ധ്രുവോ മൃത്യുഃ ധ്രുവം ജന്മമൃതസ്യ ച തസ്മാത് അപരിഹാര്യേർത്ഥേ നത്വം ശോചിതുമർഹസി. ജാതസ്യ ഹി ധ്രുവോ മൃത്യുഃ, ജനിച്ചവന് മരണം സുനിശ്ചിതമാണ്. ആരിവിടെ ജനിച്ചുവോ വളർന്നു, വളർന്നിട്ടോ വളർച്ച നിന്നു, എന്നിട്ടോ ക്ഷയിക്കാൻ തുടങ്ങി, ക്ഷയം മൂത്തിട്ടോ കൊഴിഞ്ഞു വീണു. അപ്പൊ ആര് ജനിച്ചോ ആ ആൾക്ക് മൃത്യു ധ്രുവമാണ്, സുനിശ്ചിതമാണ്. അതേ കാരണത്താൽ ധ്രുവം ജന്മമൃതസ്യ ച, ഇനി മരിച്ചു പോയാലോ? ജീവിതമാണ് ശരി, ആ ജീവിതം ശരീരം വീണാൽ അപ്പൊ പിന്നെ വേറെ ഒരു ജീവിതം ഉണ്ടാവും, ജന്മമുണ്ടാവും. ജാതസ്യ ഹി ധ്രുവോ മൃത്യുഃ ധ്രുവം ജന്മമൃതസ്യ ച. ഈ ലോകത്തിലെ ആൾക്കാർ ഇങ്ങനെ ജനിക്കുന്നു, കുറെ ആൾക്കാർ മരിച്ചു, മരിച്ചവരുടെ സ്ഥാനം പിടിക്കാൻ പുതിയ ജന്മം വേണം. അപ്പൊ എവിടുന്നാ വരിക? ഈ മരിച്ചവരെന്നെയാ രണ്ടാമതും വരണേന്ന് വിചാരിക്കേണ്ടി വരും. അപ്പൊ ജനിച്ചവർ മരിക്കുന്നതും മരിച്ചവർ ജനിക്കുന്നതും സ്വാഭാവികമാണല്ലോ. സ്വാഭാവികമാണെന്ന് മാത്രമല്ല, ഇത് നമ്മളാരും വരുത്തി തീർത്തൊരു വ്യവസ്ഥയോ നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്നതോ നിയന്ത്രിക്കാവുന്നതോ അല്ല. അപരിഹാര്യേർത്ഥേ, ഇതിന് പരിഹാരം ഒരിക്കലും ഉണ്ടാവില്ല. ഈ ലോകത്തിൽ ജന്മം, വളർച്ച, ക്ഷയം, നാശം. ചിലർ പെട്ടെന്ന്, ചിലർ സ്റ്റിൽ ബോൺ ചിൽഡ്രൻ ഉണ്ടാവും. ജനിക്കുമ്പോൾ തന്നെ അവർക്ക് ആയുസ്സില്ല, പ്രാണനേ ഇല്ല, അങ്ങനെയുള്ളവരും ഉണ്ടാവും. ചിലർ വയസ്സായിട്ട് മരിക്കാത്തവരുണ്ടാവും, മരിച്ചവരുണ്ടാവും, പെട്ടെന്ന് വീഴുന്നവരുണ്ടാവും. ഒരാൾ എന്നോട് പറയുക, യാത്ര ചെയ്യുമ്പോൾ കൂടെ യാത്ര ചെയ്ത ആളാ, എനിക്കൊരു ബൈപ്പാസ് നടന്നു സ്വാമിജി. എന്താ അത് ഇത്ര? അപ്പോൾ ഒരു ദിവസം പരിശോധനയ്ക്ക് പോയി. പരിശോധനയ്ക്ക് പോയപ്പോൾ ഡോക്ടർ പറയുക, നിങ്ങളിങ്ങനെ നടക്കുന്നതിന് ഒരവകാശവും ഞാൻ കാണുന്നില്ല. എന്താ കാരണം? ബ്ലോക്ക് 2-3 ഹാർട്ടിൽ നിന്ന്. നടക്കുന്നത് തന്നെ ശരിയല്ല അത്രേ. ഡോക്ടർ പരിശോധിച്ചപ്പോൾ കണ്ടതാ. അപ്പൊ പരിശോധിക്കുന്നവരെ ആ ആൾക്ക് എന്തായിരുന്നു? ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ എന്താ എവിടെയാന്നുള്ളത് പ്രതികരിക്കണമെന്ന് പറയാൻ പറ്റില്ല. തസ്മാത് അപരിഹാര്യേർത്ഥേ, ഇത് ലോകത്തിന്റെ സ്വഭാവമാണ്. കുട്ടികൾ ഇങ്ങനെ ജനിക്കും, ജനിച്ചവരിങ്ങനെ വളരും, വളർന്നവരിങ്ങനെ ക്ഷയിക്കും, ക്ഷയിക്കുന്നവരിങ്ങനെ മരിക്കും. അങ്ങനെ ജനനവും മരണവും വളർച്ചയും ക്ഷയവും അങ്ങനെ നടക്കും. സൂര്യൻ ഉദിക്കുന്നില്ലേ, അസ്തമിക്കുന്നില്ലേ, പിന്നെയും ഉദിക്കുന്നില്ലേ? ചന്ദ്രന് വൃദ്ധിക്ഷയങ്ങളില്ലേ? ഋതുക്കൾ വന്നു പോകുന്നില്ലേ? സമുദ്രത്തിൽ വേലിയേറ്റവും വേലിയിറക്കവുമില്ലേ? അതുപോലെ ഇതും നടന്നുകൊണ്ടിരിക്കും. അതിനെ പരിഹരിക്കാൻ പറ്റില്ല. അങ്ങനെ അപരിഹാര്യമാണ് ഈ മണ്ഡലം, ഈ സമ്പ്രദായം എന്ന് വിചാരിച്ച് നത്വം ശോചിതുമർഹസി. ഇത് ആത്മതത്വത്തെ വെച്ചുകൊണ്ട് പറയല്ല, അനശ്വരമായ ആത്മതത്വത്തെ അല്ല ഇവിടെ പരാമർശിക്കുന്നത്. നേരെ മറിച്ച്
ലോകത്തിൻ്റെ ഗതിയെയും ഗതിവിശേഷത്തെയുമാണ് പ്രതിപാദിക്കുന്നത്. അങ്ങനെ ലോകത്തിൻ്റെ ഗതി മനസ്സിലാക്കിയാലും നിനക്ക് ദുഃഖിക്കാൻ അവകാശമില്ല, ദുഃഖിക്കാൻ അവകാശമില്ല. കൃഷ്ണന് തൃപ്തിയാവുന്നില്ല. ആ ഭഗവത്ഗീതയുടെ വീക്ഷണഗതി നോക്കിക്കോളൂ. അതാണ്, ഇതൊരു സംഹിതയാണ്. പല ചിന്താഗതികളെയും കൂട്ടിപ്പിടച്ച് അങ്ങനെ സംയുക്തമായി അവതരിപ്പിക്കുക. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ തത്ര കാ പരിദേവന. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ തത്ര കാ പരിദേവന. നോക്കൂ, ഓരോരുത്തരുടെ കുടുംബത്തിലും കുട്ടികൾ വന്ന് ജനിക്കുന്നുണ്ട്. ദാമ്പത്യ ജീവിതം, സ്ത്രീ പുരുഷ സംയോഗം, അതിൽ ചിലപ്പോൾ ഗർഭാധാനവും നടക്കും. അത് മനഃപൂർവ്വമാവാം, അല്ലാതെയും ആവാം. ആരെവിടെ ജനിക്കണു, എന്ത് പശ്ചാത്തലത്തോടു കൂടി ജനിക്കണു, അവർക്കുണ്ടാകാൻ പോകുന്ന ജീവിതത്തിൻ്റെ ഗതി എന്താ, വിഗതി എന്താ, ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ വീട്ടിൽ ജനിച്ച കുട്ടി നമ്മുടെ കുട്ടിയാണ്. എന്താ കാരണം? ഞങ്ങളുടെ വീട്ടിൽ ജനിച്ചു. വേറെ വല്ല ബന്ധം ആ കുട്ടിയായിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇതാരാ? എൻ്റെ മകനാ, എൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന മകനാണ്. അത് അമ്മ, ആ സ്ത്രീയുടെ ഭർത്താവ്, അച്ഛനും. പിന്നെ അങ്ങനെ ഉണ്ടായ കുട്ടികളൊക്കെ സഹോദരന്മാരാണ്. അപ്പം ഈ ബന്ധം തുടങ്ങുന്നത് മുഴുവനും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ, ഒരു കുത്തിൽ നിന്നാണ്. അതിന് മുൻപിലോ അവരാരായിരുന്നു? ഇപ്പം ഇന്നിവിടെ വന്ന് ജനിച്ചവരുണ്ടല്ലോ, അവരുടെ മുന്നവസ്ഥ എന്താ ഒരാൾക്കും അറിയില്ല. ഇനി എല്ലാവരും മരിച്ചു പോണു, അവർ മരിച്ചതിന് ശേഷം എവിടേക്കാ പോണത് അതും അറിയില്ലല്ലോ. ഒരാൾ പോകുന്ന സമയത്ത് നമ്മളോട് പറയണം, അതെ ഞാൻ ഇത്തിരി മുൻകൂട്ടി പോകണുണ്ട് കേട്ടോ അമ്മേ, ഒന്നും കരുതരുതേ, എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് അർജൻറ്റായിട്ട് പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണോ അവർ പോണത്? അല്ല. അപ്പോൾ ഇവരുടെ പശ്ചാത്തലം നമുക്ക് അറിയില്ല. എത്ര കാലം ഈ കുട്ടി ജീവിക്കും, എനിക്ക് മുമ്പിൽ പോവോ പിന്നീട് പോവോ, അത് എങ്ങനെ പോവും, സൂക്കേട് പിടിച്ചിട്ട് പോവോ, അതോ പെട്ടെന്ന്, ഒന്നും നമുക്കറിയില്ല എന്ന്. ഇത് ജീവിതത്തിൽ പ്രത്യക്ഷമായി കാണുന്ന വസ്തുതയല്ലേ ഇത്? അവ്യക്താദീനി ഭൂതാനി. ലോകത്തിൽ എന്ത് നിലനിൽക്കുന്നുണ്ടോ അതിനൊരു ഉദ്ഭവവും ഒരു തുടക്കവും ഉണ്ടാവണം. ആ തുടക്കത്തിനെ പറ്റി നമുക്കറിയില്ല. വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ. ഇനി മരിക്കണതോ മരിച്ചു കഴിഞ്ഞ് സംഭവിക്കണതോ അതും നമുക്കറിയില്ല. അപ്പം പിന്നെ എവിടെയാ ഈ വ്യക്തത? ഈ ജനന മരണങ്ങൾക്ക് മധ്യത്തിൽ. അപ്പം പൂർവാവസ്ഥ നമുക്കറിയില്ല, ഉത്തരാവസ്ഥയും നമുക്കറിയില്ല, മധ്യത്തിലുള്ളത് മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. അങ്ങനെ ഒരെണ്ണത്തിനെ നമുക്ക് നിയന്ത്രിക്കാനോ അതിലെ അഭിലാഷങ്ങൾ ചെലുത്താനോ വകയുണ്ടോ, സാധ്യതയുണ്ടോ? അത് യുക്തിസഹമാണോ? അർജുന, ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഫോർമുലയാണ് കൃഷ്ണൻ പറയണത് ഇവിടെ. അവ്യക്താദീനി ഭൂതാനി. എല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ തുടക്കം, അതിൻ്റെ പ്രാരംഭം അവ്യക്തമാണ്. അവ്യക്തനിധനാന്യേവ. അതിൻ്റെ അവസാന ഘട്ടവും അവ്യക്തമാണ്. ഇടയിൽ ഒരു 30, 40, 50, 60, 70, 80 കൊല്ലക്കാലം അതിൽ ഒരു വ്യക്തത കാണാനുണ്ട്. ഈ 80 കൊല്ലം എന്ന് പറയണത് കാലത്തിൻ്റെ അളവങ്ങടെ എടുത്താലോ, കാലത്തിൻ്റെ അളവ് എത്രയാ പറയൂ? ഭൂമി ഉണ്ടായിട്ട് കൊല്ലം എത്രയായി? കോടിക്കണക്കിന് വർഷമായി. എത്ര തലമുറകൾ ഇവിടെ ഉണ്ടായിരിക്കണം? മനുഷ്യരാശി ആദ്യമായിട്ട് ഇവിടെ കാലുകുത്തിയത് എപ്പോഴാ? നമ്മൾ ജീവിക്കാൻ പോണതോ 70-80 കൊല്ലം. എന്തോ 70-80? ഒരു ഗ്രാഫ് വരയ്ക്കൂ. 70-80 കാലത്തിൻ്റെ ആ അനന്തതയിൽ നമ്മുടെ 80 വർഷം ഒരു കുത്തുപോലും ഉണ്ടാവില്ല. അതെടുത്തിട്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്ത് പറച്ചല? ആലോചിക്കുവപ്പാ, അതിനല്ലേ ബുദ്ധി. ഈ ആലോചന എന്തിനു വേണ്ടിയിട്ടാണ് പറയണത്? വെറുതെ ഉണ്ടചോറ് ദഹിക്കാനല്ല, അർജുനന്റെ മനസ്സിലുള്ള വിഷമം തീർക്കാൻ പറയണതാണ്. അമ്പും വില്ലും താഴത്ത് വെച്ചോ, ഇരിക്കല്ലേ ചെയ്യണത്, നിൽക്കാൻ വയ്യാതെ രഥത്തടത്തിൽ. ചെയ്യേണ്ടത് യുദ്ധാണ്. ശംഖ് വിളിച്ചു, കൃഷ്ണനാണ് ആദ്യം വിളിച്ചത്, രണ്ടാമത് അർജുനനും വിളിച്ചു. ഇനി ശരവിസർജനം നിർത്തുന്നതിന് ഒരു കാരണവുമില്ല. ആ സമയത്താണ് കരച്ചിലും പിഴിച്ചലും ഉരുളലും തുടങ്ങിയത്. അത് തീർക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഒരു ഉപദേശം മാത്രമേ വഴിയുള്ളൂ നമ്മുടെ മനസ്സിനെ സുസ്ഥിരമാക്കാൻ. നിങ്ങൾ എവിടെ വേണമെങ്കിൽ കിടന്ന് ഉരുണ്ടോളൂ, എങ്ങോട്ട് വേണമെങ്കിൽ പൊക്കോളൂ. മനുഷ്യൻ വീഴണത് ഭൂമിയിലാ, ജനിച്ചതും ഭൂമിയിലാ.
നമ്മുടെ ജീവിതദശ അവ്യക്തമാണ്, അസ്പഷ്ടമാണ്. അതിൻ്റെ തുടക്കവും അവസാനവും കണ്ടുപിടിക്കുന്നത് വരെ ഈ മദ്യം നമുക്ക് നമ്മുടെ കയ്യിലിരിക്കില്ല, അനിയന്ത്രിതമായേ ഇരിക്കുള്ളൂ. അതാണ് വസിഷ്ഠൻ ഒരു ഉപദേശം കൊടുത്തത്. അജന് ഞാൻ മുമ്പ് പറഞ്ഞു നിങ്ങളുടെ അടുത്ത്, മരണം പ്രകൃതി ശരീരിനാം വികൃതിർ ജീവിതമുച്യതേ ബുധൈ. മരണം വളരെ പ്രകൃതമാണ്. എല്ലാവരും മരിച്ചാൽ ഉറുമ്പരിക്കും ശരീരത്തിൽ, ദഹിപ്പിക്കാണ്ട് പറ്റില്ല, അളിഞ്ഞു പോവും. അതെല്ലാവർക്കും തുല്യ, പണക്കാരനും പിച്ചക്കാരനും പട്ടിക്കും പൂച്ചയ്ക്കും സിംഹത്തിനും ആനയ്ക്കും ഒക്കെ റെഡിയാ, ഒരുപോലെയാ. എന്നാ ജീവിതമോ വികൃതിർ ജീവിതമുച്യതേ ബുധൈ. എന്നാ ജീവിതത്തിലോ ഒരു സമാനതയില്ല. എങ്ങനെയൊക്കെയാ ആരൊക്കെയാ ഇരിക്കാൻ പോണേന്ന് പറയാൻ പറ്റില്ല. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ തത്ര കാ പരിദേവന. അവിടെ പരിദേവനയ്ക്ക് എന്താണ് സ്ഥാനം എന്നാ ചോദിക്കണത്. മറുപടി പറയണം. അയ്യോ പോയില്ലോ. സർവ്വ ആൾക്കാരും ഇവിടെ പോവാനുള്ളവരാ. ചിലർ പറഞ്ഞു പോണു, ചിലർ പറയാതെ പോണു, ചിലർ കിടന്ന് ക്ലേശിച്ച് കഷ്ടിച്ച് അങ്ങനെ പോണു. തത്ര കാ പരിദേവന. ഒരു ചോദ്യരൂപത്തിലാ, അന്വേഷണ രൂപത്തിലാ കൃഷ്ണൻ പറയുന്നത്. അർജുന ആലോചിക്കണം. നീ ഇങ്ങനെ ദുഃഖിക്കുന്നുണ്ടല്ലോ, ദുഃഖിക്കാൻ വല്ല വകയുണ്ടോ അവിടെ? ഓരോരുത്തരും ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാനുള്ള തീരുമാനത്തോടു കൂടി വന്നിരിക്കണു. ഒന്നുകിൽ അവരിവിടെ കിടന്ന് മരിക്കും, കൊല്ലപ്പെടും, അല്ലെങ്കിൽ നമ്മളെയൊക്കെ കൊല്ലും, എന്നിട്ടേ അവർ പോവുള്ളൂ. അവരിവിടെ വിനോദത്തിനല്ല വന്നിരിക്കണത്, ഉത്സവത്തിനല്ല വന്നിരിക്കണത്. ഹനനക്രിയയ്ക്ക് വിധേയമാകാനോ അല്ലെങ്കിൽ ഹനനക്രിയയ്ക്ക് കർത്താവാനോ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അവിടെ പരിദേവന എങ്ങനെയെന്നാ ചോദിക്കുന്നത്. വസിഷ്ഠ മഹർഷി ശ്രീരാമന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം ഉണ്ടല്ലോ, ആ ഉപദേശത്തിൽ വിശേഷപ്പെട്ട ഒരു ശ്ലോകം അവർ രണ്ടുപേരുള്ള സംവാദത്തിൽ പറയുന്നു. ഇത് രാമൻ പറയുന്നതാണെന്നാ തോന്നണത്. ഇതോന്യതശ്ചോപഗതാസ്തഥൈവ സമാന സങ്കേത നിബദ്ധ ഭാവാ യാത്രാ സമാസംഗമസാ നരാണാം കലത്രമിത്ര വ്യവഹാരമായ. ഇതൊക്കെ നിങ്ങളൊന്ന് പഠിക്കൂ, ഗ്രഹിക്കൂ. ആരാ അത് പറഞ്ഞു തരിക? ഇതോന്യതശ്ചോപഗതാസ്തഥൈവ എന്നാ എല്ലാവർക്കും ലഭ്യമാണ്. യോഗവാസിഷ്ടം ഒരു പുസ്തകമുണ്ട്, അന്വേഷിച്ച് പിടിച്ചാൽ നിങ്ങൾക്കത് വായിക്കാം. താല്പര്യമുണ്ടെന്ന് അറിഞ്ഞാൽ ഏതെങ്കിലും പബ്ലിഷർ അത് രണ്ടാമത് പബ്ലിഷ് ചെയ്യും. താല്പര്യമുണ്ട് ജനങ്ങൾക്ക് എന്ന് അറിഞ്ഞാൽ മതി. എന്ത് വേണമെങ്കിലും അവർ കൊണ്ടുവരും. അതാണ് അവരുടെ മഹത്വം. ഇല്ലയെന്ന് അവർ പറയില്ല. 1000 പേര് ആവശ്യക്കാരുണ്ടോ, ഞാൻ അച്ചടിച്ച് കളയാന്ന് പറഞ്ഞാൽ അച്ചടിക്കും. ഇന്നത്തെ കാലത്ത് നെറ്റിലും കുറെ കിട്ടാനുണ്ട്. ഇതോന്യതശ്ചോപഗതാസ്തഥൈവ സമാന സങ്കേത നിബദ്ധ ഭാവാ യാത്രാ സമാസംഗമസാനരാണാം കലത്രമിത്ര വ്യവഹാരമായ. നമ്മുടെ കുടുംബത്തിലുള്ളവർ കൊണ്ടാടുന്നു എന്ത്? കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം. കളത്ര മിത്ര വ്യവഹാര മായ. ഇത് ഭാര്യയാണ്, മക്കളാണ്, ഭർത്താവാണ്, സഹോദരനാണ്, അമ്മാനച്ഛൻ, അങ്ങനെ പലതരത്തിലും നമ്മളിങ്ങനെ വ്യവഹരിക്കുന്നുണ്ടല്ലോ. അത് ഏതുപോലെയാ? ഇതോന്യതശ്ചോപഗതാസ്തഥൈവ സമാന സങ്കേത നിബദ്ധ ഭാവാ. ഒറ്റ കാരണേ ഉള്ളൂ, നമ്മളൊക്കെ വന്ന് ജീവിക്കുന്നത് ഒരു വീട്ടിലാണ്. പിറന്ന വീട്ടിൽ നിന്ന് പെൺകുട്ടിയെ കല്യാണം കഴിച്ചു പോകും. ആ പെൺകുട്ടി പോകുന്നത് ഭർതൃഗൃഹത്തിലാണ്. അപ്പം ഭർത്താവിനോടുകൂടി ഭർതൃഗൃഹത്തിൽ വാഴണു എന്നുള്ളതാണ് ഭർത്താവുമായിട്ടുള്ള ബന്ധം. അതിൽ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും ഉണ്ടാവാം, സഹോദരങ്ങൾ ഉണ്ടാവാം, ഓരോരുത്തരായി. ഒന്നിലും അവർ കൂടെ ജീവിക്കാം, അല്ലെങ്കിൽ ഞാനും നിങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞ് പുറത്തു പോയി ജീവിക്കും. അവിടെ ഒരു ബന്ധം, അത് മാത്രമേ ഉള്ളൂ. ആ ബന്ധത്തിൽ കുട്ടികൾ ജനിക്കും, ജനിച്ചവരുണ്ടാവാം, പുതിയതായിട്ട് ജനിക്കുന്നുണ്ടാവും. ഇത് ഏതുപോലെയാ? യാത്രാസമയത്ത് നമ്മൾ പെടുന്ന ചില സത്രങ്ങളിൽ താമസിക്കുന്ന പോലെയാ. നമ്മുടെ കൊച്ചിയിൽ നിന്ന് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഡൽഹിക്ക് ഒരു വണ്ടി പോയി എന്ന് വയ്ക്കുക. അതിൽ കുറേ ആൾക്കാരൊക്കെ കൊച്ചിയിൽ നിന്ന് കയറും. അത് കഴിഞ്ഞാൽ പല സ്റ്റേഷനിൽ നിന്നും കയറുന്നവരുണ്ടാവും. ആലുവായിൽ കയറുന്നവരുണ്ടാവാം, ചാലക്കുടിയിലുണ്ടാവും, അങ്കമാലിയിലുണ്ടാവും, തൃശ്ശൂരുണ്ടാവും. ഇങ്ങനെ ഓരോരുത്തർ കയറും. അപ്പം നമ്മൾ മാത്രമല്ല അവിടെ ഇരിക്കണത്. വണ്ടി ഒരാൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. സീറ്റുകളുണ്ട്, അനവധി പലതരത്തിലും ഉണ്ട്.
ഓരോരുത്തരും അവിടെ വന്ന് കയറുമ്പോൾ അവരുടെ കയ്യിൽ അവകാശമായിട്ട് ഒരു ടിക്കറ്റ് ഉണ്ട്. ആ ടിക്കറ്റ് മേടിച്ചുകൊണ്ടാണ് വരണത്. ആ ടിക്കറ്റ് ഓരോരുത്തർക്കും പ്രത്യേകം ടിക്കറ്റ് ഉണ്ടെങ്കിലേ അതിൽ കയറാൻ പറ്റുള്ളൂ. ഓരോരുത്തരും ഓരോ ടിക്കറ്റും മേടിച്ചുകൊണ്ട് വന്നു. പക്ഷേ ഇരിക്കണതോ ഒരുമിച്ചാണ്. ഓരോരുത്തരുടെ കയ്യിലുള്ള ടിക്കറ്റിനെ പറ്റി നമുക്കറിയില്ല. എന്തായാലും കോ പാസഞ്ചറാണ്, സഹയാത്രിയാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചിരിക്കാം, വരൂ എന്ന് പറയാം, സംസാരിക്കാം, ഒക്കെ ആവാം. ചിലരതിൽ നല്ലവരുണ്ടാവും, ചിലർ സഹൃദയന്മാരാവും, ചിലർ മുഖറ് വീർപ്പിച്ച് അങ്ങനെ തന്നെ ഇരിക്കും, ഒരാളോടും മിണ്ടാൻ്റെ. ചിലർ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കണം, നിങ്ങൾ ഇത്തിരി കഴിക്കണമെന്ന് ചോദിക്കുന്നവരുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നവരാന്ന് പറഞ്ഞ് തന്നെ കഴിക്കുന്നവരും പലതരത്തിലും ഉണ്ട്. ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ചിലരൊക്കെ ഈ കപ്പലണ്ടി വരെ മേടിച്ച് അതിൻ്റെ തൊണ്ട് മുഴുവൻ അവിടെ ഇട്ട് ആ കമ്പാർട്ട്മെൻറ്റ് മുഴുവൻ കേടുവരുത്തും. ഒന്നും പറയില്ല. വലിയ ജംഗ്ഷനിൽ വന്നാൽ ഞാനൊരു ക്ലീനറെ വിളിച്ച് അതൊന്ന് ക്ലീൻ ചെയ്ത് തരാനൊക്കെ പറയും, ഇത്തിരി പൈസയൊക്കെ കൊടുക്കും. ചിലരങ്ങനെയാണ്. വൃത്തിയാക്കണം എന്നുള്ള വിചാരേ ഇല്ല. പബ്ലിക് ലെറ്റർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കേടുവരുത്താനുള്ളതെന്നാണ്, ഉപയോഗിക്കാനുള്ളതല്ല, കേടുവരുത്താൻ. അതാണ് ധാരണ. ഇന്ത്യയുടെ ഈ മനസ്ഥിതി എന്നാ മാറാൻ പോണേന്ന് എനിക്കറിയില്ല. അങ്ങനെ ഓരോരുത്തരും ഓരോ ടിക്കറ്റും കൊണ്ടുവന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. അവരവരുടെ ഡെസ്റ്റിനേഷൻ പ്രാപ്യസ്ഥാനമെത്തിയ എല്ലാവരും ഇറങ്ങിപ്പോവും. ചിലരത് മുമ്പേ പറയും, ഞാൻ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങും കേട്ടോ എന്ന്. ചിലരതൊന്നും പറയില്ല. ചിലരിങ്ങനെ ഒന്നിലോ കിടന്നുറങ്ങുകയും ചെയ്ത് പെട്ടെന്നുണ്ടല്ലോ ഒരാളോടും പറയാം, അയ്യോ എൻ്റെ സ്റ്റേഷൻ വന്നു എന്ന് പറഞ്ഞാൽ എല്ലാം എടുത്തുകൊണ്ട് ഒരു ചാട്ടം ചാടുന്നവരുണ്ട്. അതാണ് നമ്മുടെ ഹാർട്ട് ഫെയിലിയർ കേസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനെ പെട്ടതാണ്. അവർക്ക് തന്നെ അറിയില്ല എവിടെയാണ് ഇറങ്ങണ്ടേന്ന്. പെട്ടെന്ന് പറയലും പൂലും കഴിയും. അതേപോലെ ടിക്കറ്റ് മേടിച്ച് വന്നവരാണ് നമ്മൾ. കാര്യം കുട്ടി നമുക്ക് ജനിക്കുന്നതാ. ആ കുട്ടി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം, ഞാൻ പോയിട്ടേ പോവുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ഇടയിൽ ഇറങ്ങി പോകുന്നവരുണ്ട്. ഡൽഹി വരെ എത്തുന്നവരാവില്ല എല്ലാവരും. ഡൽഹിക്കുള്ള വണ്ടിയാ, ഇടയിലുള്ള സ്റ്റേഷനിലും ഇറങ്ങാം. അതേപോലെയാണ് യാത്രാസമാസംഗമസാനരാണാം കളത്രമിത്ര വ്യവഹാരമായ. അപ്പൊ ഈ കളത്രം മിത്രം എന്നൊക്കെ പറഞ്ഞ് വ്യവഹരിക്കുന്നുണ്ടല്ലോ നമ്മൾ. മരുമകൻ, മകൻ, മകൻ്റെ ഭാര്യ മരുമകള്, മകളുടെ ഭർത്താവ് മരുമകൻ, അങ്ങനെ പലതരത്തിലും അമ്മാമൻ്റെ മകൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെറിയച്ഛൻ മകൻ, കസിൻ ബ്രദർ ഒക്കെ പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ പറഞ്ഞോളൂ. പക്ഷേ ടിക്കറ്റ് സ്വന്തമായിട്ട് അവരുടെ കയ്യിലുള്ളതാ. എത്ര കാലം ജീവിക്കും, എവിടെ പോവും, എങ്ങനെ പോവും, നിങ്ങളുടെ കൂടെ ഉണ്ടാവോ, നിങ്ങൾക്ക് മുമ്പിൽ പോവോ അതോ പിന്നിൽ പോവോ, ഈ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സ്വന്തം ടിക്കറ്റും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അവരവരുടെ ഒരു കർമ്മബന്ധം എന്ന് പറഞ്ഞ ഒരു ടിക്കറ്റാണ് നമ്മളിവിടെ നയിക്കുന്നത് മുഴുവനും. ഇതാണ് മനുഷ്യബന്ധങ്ങൾ എന്ന് ശ്രീരാമൻ പറയുക. അപ്പം ഇങ്ങനെയുള്ള മനുഷ്യബന്ധത്തിൽ ഞാൻ എങ്ങനെ ജീവിക്കും? എൻ്റെ ജീവിതയാത്ര മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ കണ്ട ലോകത്തിൽ ഈ പറഞ്ഞ പ്രകൃതത്തോടു കൂടി ജീവിക്കാൻ പറ്റില്ല മഹർഷേ. ഇത് മുഴുവനും കാണാനും കേൾക്കാനും അതിൽ നിർബാധിതനായിരിക്കാനും കൂസലില്ലാതെ കുലുങ്ങാതെ സ്ഥിരബുദ്ധിയോടുകൂടി മുമ്പോട്ട് പോകണമെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ പഠിച്ച അസ്ത്രശസ്ത്രവിദ്യ കൊണ്ടൊന്നും ആവില്ല. അതിന് പുതിയ ഒരു പഠിപ്പ്, ഒരു ബ്രഹ്മവിദ്യ എനിക്ക് വേണം. അത് പറഞ്ഞു തരുമോ, മനസ്സിലാവോ, അത് പ്രയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല എന്ന് വന്നാൽ ഞാൻ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, മിണ്ടാതിരിക്കും, ഭക്ഷണം കഴിക്കില്ല എന്ന് വരെ ശ്രീരാമൻ പറഞ്ഞു. ഇതോന്യതശ്ചോപഗതാസ്തഥൈവ സമാനസങ്കേത നിബദ്ധഭാവാഃ യാത്രാസമാസംഗമസാനരാണാം കലത്രമിത്ര വ്യവഹാരമായ. ഇതാണ് ജീവിതം. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ തത്ര കാ പരിദേവന. ഇതിൽ വേദനപ്പെടാൻ എന്താണുള്ളത്? നോക്കൂ, ഇവിടെ അധ്യാത്മം ഒന്നും പറയുന്നില്ല, അനശ്വരതയെപ്പറ്റി പറയുന്നില്ല. പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായിരിക്കുന്ന ഒരു വീക്ഷണവും വിലയിരുത്തലുമാണ് ഇവിടെ. ഇങ്ങനെ ഓരോന്നും കൃഷ്ണൻ പറയുക. ഇനിയും പറയുന്നുണ്ട് ഈ അധ്യായം, ഈ ഭാഗം അവസാനിക്കുന്നതിന് മുൻപ്. അതിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടത് എന്താ? നമ്മുടെ ഈ ലോകം ഏത് ലോകത്തിലാണോ നാം പിറന്ന് ജീവിക്കുന്നത്, അതുമാതിരി ഈ ലോകത്തിലുള്ള എല്ലാം തന്നെ, അതിൽ മനുഷ്യജീവിതം പ്രത്യേകിച്ചും, ഒരിക്കലും നമ്മൾ അതേക്കുറിച്ച് വേവലാതിപ്പെടരുത്. എന്താ കാരണം? ഇതിൻ്റെ ഉദ്ഭവം നമുക്കറിയില്ല, ഇതിൻ്റെ പരിസമാപ്തിയും നമുക്കറിയില്ല. അപ്പം ഏതെങ്കിലും ഒരു കാരണം നാം നിയന്ത്രിക്കണമെങ്കിൽ ഒരു നടു മാത്രം കിട്ടിയാൽ നിയന്ത്രിക്കാൻ പറ്റില്ല. അതിൻ്റെ തലയും വാലും നമുക്ക് കിട്ടണം. അപ്പം തലയും വാലും ഇല്ലാത്തിടത്തോളം കാലം ഈ നടുവ് വെച്ച് എന്ത് ചെയ്യാനാ നമ്മൾ?
അപ്പോൾ ഈ ലോകത്തിൽ എന്ത് തന്നെ ഉണ്ടായാലും അതിനെക്കുറിച്ച് ദുഃഖിക്കുക ആവശ്യമില്ല. ഇപ്പം നിങ്ങൾക്കൊക്കെ വീട്, കുടുംബാംഗങ്ങൾ, മക്കള്, കുട്ടികൾ എല്ലാം ഉണ്ട്. ഇതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയ വ്യവസ്ഥയും സാധ്യതയുമാണോ, അതോ പ്രകൃതിയിൽപ്പെട്ടതോ? ഒരു ദിവസം ഒരു ഭൂകമ്പം ഉണ്ടായി, നമുക്ക് എന്താ അതിൽ പറയാനല്ലേ? ഒരു വെള്ളപ്പൊക്കം വന്നു, ഒരു സുനാമി ഉണ്ടായി. അഹോ അഹോ ഹാ ഹാ കഷ്ടം എന്ന് പറഞ്ഞ് കൈകൂപ്പാനേ പറ്റുള്ളൂ. അത് വിട്ട് ഇത് ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു, എന്തേ ദൈവേ ഇങ്ങനെ ശിക്ഷിച്ചേന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഒരു ദൈവം ഉണ്ടോ നിങ്ങളെ ശിക്ഷിക്കാനും? നിങ്ങൾ ശിക്ഷിച്ചു എന്ന് പറഞ്ഞ് പരാതി പറയുമ്പോൾ അത് കേൾക്കാനും? ആലോചിച്ച് നോക്കിയിട്ട് വേണം പറയാൻ. സാധാരണ ഭക്തി, വിശ്വാസം, ഈശ്വരൻ, സങ്കല്പം ഇതൊക്കെ നമുക്കുണ്ട്. അതൊന്നും നമ്മൾ വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷെ അതൊക്കെ സോപാനത്തിലുള്ള പടികളാണ്. ആ പടിയിൽ കയറിപ്പോയി ഇതൊക്കെ ഒന്ന് ചോദ്യം ചെയ്യുകയാണെങ്കിൽ, അനുശോചിക്കുകയാണെങ്കിൽ, അർത്ഥവത്തായിട്ട് ചെയ്യണമെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ടി വരും. ഇവിടെ സന്ദർഭം എന്താ? ദുഃഖം. ആ ദുഃഖം എങ്ങനെയുണ്ടായി? പടക്കളത്തിൽ പട തുടങ്ങുന്നതിന് മുൻപുണ്ടായ ദുഃഖമാണ്. അതിന് പ്രതിവിധിയായിട്ടാണ് കൃഷ്ണൻ ഇതൊക്കെ പറയുന്നത്. അപ്പം ഈ പ്രതിവിധി സാർവത്രികമാണെന്ന് മനസ്സിലാക്കണം. ഈ ലോകത്തിലുള്ള ജീവിതമുണ്ടല്ലോ, മനുഷ്യജീവിതം, അത് നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ആശ്രയിച്ച് നിൽക്കാൻ പറ്റിയ ഒന്നാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആയുഃ പല്ലവ കോണാഗ്ര ലംബാംബു കണഭങ്കുരം ഉന്മത്തമിവ സന്ധ്യജ്യ യാത്യകാണ്ഡേ ശരീരകം. ശ്രീരാമൻ ജഗദ്ദോഷപ്രകാശം എന്നുള്ള പേരിലാണ് യോഗവാസിഷ്ഠത്തിൻ്റെ ആദ്യത്തെ മുമുക്ഷു വൈരാഗ്യ പ്രകരണത്തിലുള്ള ശ്ലോകങ്ങളൊക്കെ വിവരിച്ചിരിക്കുന്നത്. ശ്രീരാമൻ്റെ ശ്ലോകങ്ങളാണ്. താനൊരു തീർത്ഥയാത്രയ്ക്ക് പോയി, ഭാരതം മുഴുവനും അവിടെ നേരിട്ട് കണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ പേരിൽ ശ്രീരാമൻ ലോകജീവിതത്തെയും ലോകത്തെയും അതിലുള്ള നിസ്സാരതയെയും ക്ഷണികത്വത്തെയും വിലയിരുത്തി ഒരു നിവേദനം നൽകുകയാണ് വസിഷ്ഠൻ്റെ മുൻപിൽ. ഒരു പക്ഷേ നിങ്ങൾ ആരും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. എങ്ങനെ? ലോകം മുഴുവനും കണ്ടു പഠിക്കുക. ശ്രീരാമൻ കണ്ടു പഠിച്ച് നമുക്ക് എല്ലാവർക്കും വേണ്ടി എന്നേക്കുമായി എഴുതി വച്ചിരിക്കുന്നു. ആയുഃ പല്ലവ കോണാഗ്ര ലംബാംബു കണഭങ്കുരം ഉന്മത്തമിവ സന്ധ്യജ്യ യാത്യകാണ്ഡേ ശരീരകം. ആയുസ്, മനുഷ്യൻ്റെ ആയുസ് എങ്ങനെയാന്നാ പറയണേ ശ്രീരാമൻ? പല്ലവ കോണ അഗ്ര ലംബ അമ്പു കണ ഭങ്കുരം. പല്ലവം ഒരു പുല്ലിൻ്റെ തളിര, ഏറ്റവും വലിയ തളിര്, ഏറ്റവും നേർമയുള്ളത്, നനുത്തതാ. പല്ലവ കോണം, അതിൻ്റെ അറ്റം. കോണത്തിൻ്റെയും അഗ്രം, അപ്പോഴും അറ്റത്തിൻ്റെ അറ്റായി. അപ്പോൾ വളരെ മാർദ്ദവമുള്ള ഒരു തളിര. ആ തളിരിൻ്റെ കോണിൻ്റെ അഗ്രഭാഗത്ത് അവിടെയോ ലംബാംബുകണം, അവിടെ ഇങ്ങനെ ഞാന്ന് നിൽക്കുകയാണ്. എന്ത്? ഒരു തുള്ളി വെള്ളം. വെള്ളം ഞാന്ന് നിൽക്കണു. ആ ഉരുണ്ടത് കുറച്ചൊന്ന് നീണ്ടു കഴിഞ്ഞു. ലംബാംബു കണഭങ്കുരം. ആ തുള്ളി പോലെയാണത്രേ മനുഷ്യജീവിതത്തിൻ്റെ നശ്വരത, ക്ഷണികത്വം. ആ വെള്ളം പതുക്കെ ഒന്ന് കാറ്റടിച്ചു, ഒരാൾ അടുത്തു കൂടി പോയി ആ കാലുണ്ടാക്കിയ ഇളക്കത്തിലും കൂടിയും അതങ്ങോട്ട് വീണ് കളയുന്നു. അത്രത്തോളം ഭങ്കുരമാണ് മനുഷ്യജീവിതം. ആയുഃ പല്ലവ കോണാഗ്ര ലംബാംബു കണഭങ്കുരം. ആ ഉപമയൊന്ന് ആലോചിച്ച് നോക്കൂ, ദൃഷ്ടാന്തം. അതും കാവ്യരൂപത്തിൽ വരുമ്പോഴോ, അതാണ് ഇപ്പം ഞാൻ ഓർമ്മ വയ്ക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഓർമ്മ നിൽക്കില്ല. കാവ്യത്തിനുള്ള വിശേഷം എന്താ? അക്ഷരങ്ങളും പദങ്ങളും പ്രത്യേക പ്രത്യേക വ്യവസ്ഥകളിലാണ് കൂടിച്ചേരുന്നത്. ഏതക്ഷരവും ഏതിനോടും കൂടി യോജിച്ചു എന്ന് വരില്ല. ഹ്രസ്വവും ദീർഘവും തമ്മിൽ യോജിക്കണം, യോജിക്കാതെ ഇരിക്കണം. വിസർഗമുണ്ട്, വിസർഗം പോകും, പോകാതെ ഇരിക്കും, മാറും. പലതരത്തിലാണ് വ്യവസ്ഥകൾ. അപ്പോൾ ഒരു പോയട്രി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ബുദ്ധി തന്നെ ഇങ്ങനെ അടക്കുപെട്ടി പോലെ അങ്ങനെ ഓർക്കാൻ സാധിക്കും. ആയുഃ പല്ലവ കോണാഗ്രലംബാംബു കണഭങ്കുരം ഉന്മത്തമിവ സന്ധ്യജ്യ യാത്യകാണ്ഡേ ശരീരകം. എപ്പോഴാണ് നമ്മുടെ ആയുസ് ശരീരത്തിനെ വിട്ട് പോവുക എന്ന് പറയാൻ പറ്റില്ല. സാധാരണ തലയ്ക്ക് വെളിവില്ലാത്ത ആള് എവിടെയെങ്കിലും അങ്ങോട്ട് ഇരുന്നു എന്ന് വയ്ക്കുക, എത്ര നേരം ഇരിക്കും, എപ്പോഴാണ് എണീക്കുക, എപ്പോഴാണ് പോവുക എന്ന് പറയാൻ പറ്റില്ല. മുണ്ടും തട്ടി ഒരൊറ്റ ഓട്ട അവിടുന്ന്. അതുപോലെ ഒരു വ്യവസ്ഥയില്ലാത്തതാണ് നമ്മുടെ ജീവിതം. ഏത് ശരീരത്തിൽ നിന്ന് പ്രാണൻ എപ്പോൾ വേണമെങ്കിൽ നിൽക്കാം, ആയുസ് എപ്പോൾ വേണമെങ്കിലും ഒടുങ്ങാം, ജീവൻ എപ്പോൾ വേണമെങ്കിലും തട്ടി താഴ്ത്തിടാം. അങ്ങനെയുള്ളതാണ് ഈ ജീവിതം. എന്താ അതിന് കാരണം? അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത
അവ്യക്തനിധനാന്യേവ. അതിൻ്റെ പൂർവാവസ്ഥയും നമുക്കറിയില്ല, വരാൻ പോകുന്ന അപരാവസ്ഥയും നമുക്കറിയില്ല. മധ്യത്തിൽ മാത്രമുണ്ട് നമ്മുടെ കയ്യിൽ. എത്ര കാലം ജീവിക്കാമോ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് സന്തോഷമായിട്ട് ജീവിച്ചോളൂ മക്കളും കുട്ടികളും. പക്ഷേ പോയി എന്ന് മാത്രം പറഞ്ഞ് കണ്ണീര് വാർക്കരുത്. അയ്യോ അയാൾ ഇങ്ങനെ ആയല്ലോ, അയാളുടെ താക്കോല് തൻ്റെ കയ്യിലാണ്, മക്കളുടെ സ്വഭാവത്തിൻ്റെ താക്കോല് അമ്മയുടെ കയ്യിലാണ്. ആര് പറഞ്ഞു ഇത്? നന്നാക്കാൻ വേണ്ടി അമ്മയ്ക്ക് പരിശ്രമിക്കണം. എന്താ? ചുറ്റുപാടിനൊരു സ്വാധീനമുണ്ടല്ലോ. ആ ചുറ്റുപാട് എന്നുള്ള നിലയ്ക്ക് അമ്മ നല്ല ചുറ്റുപാടും നല്ല വാക്കും നല്ല സംസർഗവും ഒക്കെ കൊടുക്കണം അച്ഛനമ്മമാർ. അത് സമ്മതിച്ചു. അതുകൊണ്ട് എല്ലാവരും നന്നായിക്കൊള്ളണം എന്നില്ല. ഈശ്വരൻ്റെ മക്കളാണല്ലോ പലതരത്തിലും പഴച്ചിരിക്കുന്നത്. ഈ ഹിരണ്യകശിപുവും ഈ രാവണനും ഈ കുംഭകർണനും എല്ലാവരും ഒരൊറ്റ ഈശ്വരൻ്റെ സന്താനങ്ങളാണല്ലോ പ്രകൃതിയുടെ. അപ്പം അങ്ങനെ വിചാരിച്ച് സമാധാനിക്കണം. എന്നിട്ട് അദ്ദേഹം അവിടെ പറഞ്ഞു നിർത്തിയതിന് ശേഷം ആത്മാവിനെ പറ്റി തന്നെയാണ് പിന്നെയും പറയണത്. എന്താ പറയണത്? ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ ആശ്ചര്യവച്ചൈനമന്യശൃണോതി ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിത്. അർജുന, അർജുന, ഇങ്ങനെ വിശേഷപ്പെട്ട ഒരു ആത്മാവിനെ പറ്റി സാഖ്യതത്വ സിദ്ധാന്തം ഞാൻ വിവരിച്ചു തരികയാണ്. ഇത് അർജുനൻ ഇതിന് മുമ്പ് ഇത് മനസ്സിലാക്കിയില്ല, ചോദിച്ചുമില്ല. അർജുനെ പോലെ പലരും ചോദിച്ചിട്ടില്ല, പലരും മനസ്സിലാക്കിയിട്ടില്ല. അതൊരു അപൂർവതയല്ല, സാധാരണമാണ്. ഈ ആത്മാവിനെ പറ്റി ആരെങ്കിലും പറയുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമാണെന്ന് വിചാരിക്കരുത്. ആർക്കാ ഈ ബുദ്ധി തോന്നുക? ഒന്നാമത് അതിൽ തനിക്ക് അഭിരുചി വേണം. തനിക്ക് അഭിരുചി വന്നാൽ മാത്രം പോരാ. ആ അഭിരുചിയെ പിന്തുടർന്ന് നമ്മളൊരു അനുധാവന രൂപത്തിലെടുത്ത് അതിൻ്റെ പരിസമാപ്തിയിൽ കൊണ്ടെത്തിക്കുന്നത് വരെ സാധനയും തപസ്സും അനുഷ്ഠാനവുമായി കൂടണം. എന്നിട്ടിത് നല്ല പ്രകാശവും അനുഭവവും സിദ്ധിയും ഒക്കെ വരണം. അങ്ങനെ വരുന്ന ആൾക്കാർ പ്രായേണ കൂടുതലില്ല. ഈ ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആത്മാവിനെ ആരെ കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കി ഗ്രഹിച്ച് സാക്ഷാത്കരിക്കുന്നുവോ ആ ആളെപ്പോഴും അയ്യോ ആശ്ചര്യം ആശ്ചര്യം ഓഹോ ഓഹോ എന്നാണ് പറയുക. പിന്നീട് 11-ാമത്തെ അധ്യായത്തിൽ വിശ്വരൂപം കാണിക്കാൻ പോണു. ആര്? കൃഷ്ണൻ. അതങ്ങോട്ട് കണ്ടപ്പോൾ എല്ലാവർക്കും അത്യാശ്ചര്യമായി. അർജുനൻ നെടുങ്ങിപ്പോയി. അപ്പം ആ വിശ്വരൂപത്തിനെ കാണിക്കാൻ സാധിക്കുന്നത് വിശ്വരൂപമായിത്തീരുന്ന പരമാത്മാവ് എത്രത്തോളം ആശ്ചര്യകരമായിരിക്കണം ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ള ആത്മാവിനെ സാക്ഷാത്കരിച്ച് പറയാൻ സാധിക്കുന്നത് വളരെ വളരെ അപൂർവമാണ്, വളരെ വളരെ അസാധാരണമാണ്, സുദുർലഭം. നിങ്ങൾ വിചാരിക്കരുത് ഇത് എളുപ്പമാണ് എന്ന്. ആത്മാവിനെ പറ്റി വേണ്ടതുപോലെ പ്രസക്തമായി സംസാരിക്കുന്നവർ എത്രയുണ്ട്. അപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ചിലർ പറയാ, സ്വാമിജി വളരെ ഗൗരവത്തോടു കൂടിയിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഗൗരവമാണല്ലോ എൻ്റെ സംസാരത്തിൻ്റെ വിശേഷത. ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് ഒരു നേരം പോക്കും ഇല്ല, ഒക്കെ കാര്യം പോക്കാം. നേരം പോക്കിന് ഒരു സ്ഥലവും ഇല്ല, ഒരു സ്ഥാനവും ഇല്ല, നമുക്ക് കാര്യം പോക്കാം. അത് മാത്രമല്ല, ഇത് പറയുമ്പോൾ ഇതിൻ്റേതായ ഒരു അധ്യാത്മമായ ഒരു ആവേശമുണ്ടാവും. ആ ആവേശത്തിലാണ് നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ ഗ്രസിക്കപ്പെടുന്നത്. നിങ്ങളുടെ മെടുക്കുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കരുത്. ഇത് പറയുമ്പോൾ തന്നെത്താനെ നമുക്കതിലൊരു ലഗ്നതയും ഒരു വ്യഗ്രതയും വരണം. അപ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ. ആ പ്രവക്താവിൻ്റെ ആ പ്രവചനത്തിൻ്റെ പ്രഭാവം എന്ന് പറഞ്ഞാൽ അതൊരു സാമർഥ്യമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതൊരു തരത്തിലുള്ള ഒരു ദിവ്യ ആവേശം എന്ന് വേണമെങ്കിൽ പറയാം, എന്നാലും കൂടി ശരിയല്ല. അതൊന്നു മാത്രമേ ഈ ശ്രോതാവിനെ പിടിച്ചു നിർത്തി അയാളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒന്ന് തൊടുത്തു വിടാൻ പറ്റുള്ളൂ. ഈ ആത്മ എങ്ങനെയാണ് അദ്ഭുതമാകുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോളൂ. ഈ വിശ്വം അദ്ഭുതമാണോ? അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലേതാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ ഗതിയെന്തു കണ്ടു. എന്താ ഈ ലോകം? അനന്തമാണ്. ആർക്കും ഇത് മുഴുവനും അറിയാൻ സാധിക്കില്ല. അവർണ്ണനീയം, വർണ്ണിക്കാനും പറ്റില്ല. അപ്പം അങ്ങനത്തെ ഈ ലോകം അദ്ഭുതമാണെന്ന് നിങ്ങളെല്ലാവരും സമ്മതിക്കും. നമ്മുടെ ഈ പ്രേക്ഷകരിൽ ഒരാളുണ്ടാവില്ല സമ്മതിക്കാത്തവർ. പക്ഷേ ഭൂമാനന്ദ സ്വാമിക്ക് പറയാനുള്ളതൊന്ന് വേറെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണത്? ഇങ്ങനെ അനന്തവും അജ്ഞാതവും അവർണ്ണനീയമായ ഒരു ലോകം ഏത് സ്രോതസ്സിൽ നിന്ന്, ഉറവിടത്തിൽ നിന്നുണ്ടായോ, ഏത് ശക്തിയോ പ്രഭാവമോ സാന്നിധ്യമോ ആണോ
ഇതിനെ പ്രകടമാക്കി നിലനിർത്തി എല്ലാറ്റിനെയും ഭരിക്കുന്നത് അതിനാണോ പ്രഭാവവും ആശ്ചര്യവും കൂടുതൽ, അതോ ലോകത്തിനോ എന്ന്? അവിടെയാണ് എൻ്റെ ചോദ്യം. മറുപടി പറയും. ബുദ്ധിയുണ്ടോ? ആലോചിക്കോ? കാര്യം സമ്മതിക്കോ? അയ്യോ എനിക്കറിയില്ല എന്ന് പറയരുത്. ലോകം അത്ഭുതമാണെങ്കിൽ ആ അത്ഭുത ദൃശ്യം ഉണ്ടാക്കിയിട്ടുള്ള ആ ഹേതു ഉണ്ടല്ലോ, ആ പ്രഭാവം, അത് ലോകത്തേക്കാൾ എത്രയോ മികച്ചതാ. അപ്പോൾ വാസ്തവത്തിൽ ഏതാ ആശ്ചര്യം? ലോകമോ ലോകകർത്താവും ലോകഹേതുവുമോ?